തമിഴ്നാട്ടിൽ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് തുടക്കമിട്ട് AIADMK. പ്രതിപക്ഷ നേതാവും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി പളനിസ്വാമിയുടെ സംസ്ഥാന പര്യടനം ഇന്ന് തുടങ്ങും. BJP നേതാക്കൾക്കും പര്യടനത്തിന് ക്ഷണമുണ്ട്. അതേസമയം സഖ്യ സർക്കാരുണ്ടാക്കുമെന്ന BJP നേതാക്കളുടെ പ്രതികരണത്തിൽ AIADMKയിൽ അതൃപ്തി പുകയുന്നു. മക്കളെ കാപ്പോം, തമിഴകത്തെ മീത്പോം, ജനങ്ങളെ സംരക്ഷിക്കും, തമിഴ്നാടിനെ വീണ്ടെടുക്കും. ഈ മുദ്രാവാക്യം ഉയർത്തിയാണ് എടപ്പാടി പളനിസ്വാമി സംസ്ഥാന പര്യടനം നടത്തുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിന് ഇന്ന് കോയമ്പത്തൂരിലെ മേട്ടുപ്പാളയത്ത് തുടക്കമാകും. BJP സംസ്ഥാന അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രമുഖ നേതാക്കളായ വാനതി ശ്രീനിവാസൻ, തമിഴിസൈ സൗന്ദരരാജൻ എന്നിവർക്കടക്കവും ക്ഷണമുണ്ട്. DMK സർക്കാരിന്റെ കാലത്തെ കസ്റ്റഡി മരണങ്ങൾ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയാകും പ്രധാന പ്രചാരണ വിഷയങ്ങൾ. ഉങ്ങളുടെയും സ്റ്റാലിൻ എന്ന പേരിൽ അടുത്തയാഴ്ച DMK പഞ്ചായത്ത് തലത്തിൽ അദാലത്തുകൾക്ക് തുടക്കമിടുന്നുണ്ട്. അതിനിടെ സഖ്യമധികാരത്തിലെത്തിയാൽ തങ്ങൾക്കും മന്ത്രിസഭയിൽ പ്രാതിനിധ്യമുണ്ടാകുമെന്ന BJP നേതാക്കളുടെ അവകാശവാദത്തിൽ AIADMKയിൽ ഭിന്നത രൂക്ഷമാണ്. BJPയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച സംഘടനാ സെക്രട്ടറി അൻവർ രാജ് രംഗത്തെത്തി. BJPയുടെ തന്ത്രം തമിഴ്നാട്ടിൽ വിജയിക്കില്ലെന്നും സഖ്യ സർക്കാർ ഉണ്ടാകില്ലെന്നും സഖ്യം താൽക്കാലികമാണെന്നും അൻവർ തുറന്നടിച്ചു. സംസ്ഥാന പര്യടനത്തിനിടെ ഇത്തരം പ്രതിസന്ധികൾക്ക് കൂടി EPS പരിഹാരം കാണേണ്ടതുണ്ട്. 24 ചെന്നൈ.